എന്താണ് TCI? എന്താണ് MGU3A? എന്താണ് CSM? 2025 ഏപ്രിൽ 24, 25 തീയതികളിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ശില്പശാലയിലേക്ക് ട്രീസ ടീച്ചറും ഞാനും സുമാ വിജയനും പുറപ്പെട്ടു. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ശലഭശില്പശാല നടത്തണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മഹാത്മാഗാന്ധി സർവകലാശാല നേരിട്ട് നടത്തുന്ന വർക്ക്ഷോപ്പ് ആയിരുന്നു ഇത്. CSM എന്നാൽ ചിൽഡ്രൻ ഫോർ സോഷ്യൽ മെറ്റമോർഫോസിസ് എന്നാണർത്ഥം. ഈ ശില്പശാല യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജിൻ്റെ ഡയറക്ടർ ഡോക്ടർ ടോണി കെ തോമസ് ഉദ്ഘാടനം ചെയ്യുകയും ഡോക്ടർ C. തോമസ് അബ്രഹാം സർ നയിക്കുകയും ചെയ്തു. ഏകദേശം 300ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സർവകലാശാലയിൽ പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും കോഴ്സുകളും പുതുമയാർന്നത് ഉണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാനായി സാധിച്ചു. ഞായറാഴ്ചകൾ വരെ ഇവിടെ ക്ലാസ്സുകളുണ്ട്. കാരണം BA കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ പോയി വ്യാകരണമൊക്കെ പഠിപ്പിച്ച് നീന്നിട്ട് ഒറിജിനൽ ഇംഗ്ലീഷെല്ലാം കളഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് പുതുതായിട്ട് വന്നവർക്ക് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് ബാധിക്കാറില്ല. അതുപോലെ പല കാര്യങ്ങളിലും ചെയർപേഴ്സൺഷിപ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശീലിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഏതൊരു ഗ്രൂപ്പിൽ ഇടപെടുമ്പോഴും ഇവിടെ ഒരാൾ കൂടി നിങ്ങൾ സീനിയർ സിറ്റിസൺസ് അല്ലേ? ഞങ്ങൾ ഇരിക്കുന്ന പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ പേര് മാലാഡു എന്നാണ്. പൊരികടലായും പഞ്ചസാരയും നെയ്യും കൂടി ചേർത്ത് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡാണ്. ഒരെണ്ണേ ഉണ്ടാക്കാൻ സമയം കിട്ടിയുള്ളൂ. അപ്പം ഇന്നലെ രാത്രിത്തെ ഒരു സാഹസമാണ്. വേറൊരു പ്രത്യേകതകളുണ്ട്, ഞാൻ തിന്നാത്തത് കൊണ്ടായി. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഞാനിത് മായിക്കുന്നു. Happy birthday to you, dear Maya. Happy birthday to you. God bless you, Maya. May the good God bless you. May the good God bless you, dear Maya. Happy birthday to you. ക്ലാസ്സുകളെല്ലാം അവസാനിച്ച് ഡോക്ടർ C. തോമസ് അബ്രഹാം സാറിൻ്റെ ഒപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് സർ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ അങ്ങനെ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളും പരിചയപ്പെടുത്തി തന്നു. സാറിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ സെഷനും ഞങ്ങൾ നടത്തി. എന്താണ് ശലഭ ചൈതന്യം? ശലഭ പരിണാമം പോലെ മാനവ പരിണാമം എന്ന തീപ്പൊരി ചിന്തയാണ് ശലഭ ചൈതന്യം. പരിസ്ഥിതി പ്രവർത്തക ആയ നോറി ഹഡിൽ ഒരു ചോദ്യം ചോദിച്ചു. പുഴുവിന് ശലഭമാകാമെങ്കിൽ എന്തുകൊണ്ട് മാനവരാശിക്ക് തന്നെ ചിത്രശലഭമായിക്കൂടാ? ഇത് ശലഭാവബോധത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഉദാത്തമായ സാമൂഹ്യ ബോധമാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് തീം സെൻറ്റേർഡ് ഇൻട്രാക്ഷൻ. ഇവിടെ ലക്ഷ്യം വ്യക്തിവികാസമാണ്. വ്യക്തിവികാസം സംഭവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വികാസ സാധ്യതകളെയും നന്മകളെയും തിരിച്ചറിയാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. ഇത് ചികിത്സിക്കുന്ന മനഃശാസ്ത്രമല്ല, വളർത്തുന്ന മനഃശാസ്ത്രമാണ്. കൗമാര സാധ്യതകൾ ചിറകു പുലർത്തട്ടെ, അതുപോലെ തന്നെ മുതിർന്നവരുടെ സാധ്യതകൾ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. മറ്റൊരു ലോകം സാധ്യമാണ്. അത് TCIയിലൂടെയും ശലഭാവബോധത്തിലൂടെയും നേടുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതിന് ആദ്യം നമ്മളെ തന്നെ നമ്മൾ പരിവർത്തനം ചെയ്യേണ്ടിയിരിക്കുന്നു.
ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് ഞങ്ങൾ സാറിൻ്റെ ഒപ്പം നടന്നുപോയി. ഗസ്റ്റ് ഹൗസിലെത്തിയതിന് ശേഷം ഞങ്ങൾ ആവശ്യം വേണ്ട റെസ്റ്റുകൾ എടുത്ത് വീണ്ടും പഠനത്തിന് തയ്യാറായി വട്ടത്തിലിരുന്നു. അതിനുശേഷം ഞങ്ങൾ സർ എഴുതിയ പുസ്തകം വായിച്ചു, പരസ്പരം നയിച്ചു. അതിലൊരാളാണ് എലിസബത്ത് ലീസ്. അവർ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചു. എന്ന് ഉപയോഗിക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ രണ്ട് ചാപ്റ്റർ സെലക്ട് ചെയ്യുകയാണ് TCI എന്ത് എങ്ങനെയെന്നുള്ള പുസ്തകത്തിൽ. എന്നിട്ട് ഒരു റീഡിംഗ് പാർട്ട്ണറെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലേണിംഗ് പാർട്ട്ണർ നമ്മുടെ സമയം 6:30 എന്ന് പറഞ്ഞാൽ 6:45 നമ്മൾ ഈ സെഷൻ ആരംഭിക്കുകയാണ്. റീഡ് സ്റ്റോപ്പ് റീഡ് സെഷൻ. നമ്മൾ വായിക്കാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് TCI എന്ത് എങ്ങനെ, ചാപ്റ്റർ 1, ചാപ്റ്റർ 2 നമ്മൾ ചെയ്തതാണ്, അത് വേണ്ട. 3 ചാപ്റ്റർ ചാപ്റ്റർ 3 പിന്നെ മതി. ചാപ്റ്റർ 1 and 3 മതി. ചാപ്റ്റർ 4 വിൽ ബി നമുക്കൊരു പിന്നെ നാളെ രാവിലെ വായിക്കാം, ഇൻഡിവിജ്വൽ റീഡിംഗ്. ഓക്കെ, ഗ്രോത്ത് 1. എന്താണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്, എങ്ങനെയാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് വഴിതെളിച്ചത്, ഇക്കാര്യങ്ങൾ വിശദമായി പിന്നെ Cognitive means relating to the mental process involved in knowing, learning and understanding. അത് ഫോർമലായിട്ടുള്ള ഉപയോഗം. സാധാരണ രീതിയിൽ പറയുന്ന പഠനം. ഞാൻ മാറി, എന്നിലൂടെ എൻ്റെ കുടുംബവും മാറി. എങ്ങനെ ഞാൻ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരാളല്ല. എൻ്റെ കൂടെ അൽത്താഫുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം വന്ന് ഒരു ഗോളോ ഒരു അംബിഷൻ ഉണ്ടായോ, ഒരു വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ എന്താവണം എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചു. അങ്ങനെ പതുക്കെ ലോകത്തെ തന്നെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന മാസ്മരികതയുള്ള ഒരു വലിയ മന്ത്രം TCIയുടെ ചെറിയ ചിപ്പിൽ ഒളിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ ഒരു ചെടി ഒട്ടുണ്ടാകുന്നത് അത് അന്തരീക്ഷം അനുകൂലമാക്കി കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ചെടിയാണ് അതിനെ മുട്ട വിരിയിക്കുന്നത്, അല്ലാതെ നമ്മളല്ല. വളർച്ചു കൊടുക്കുന്നത് നമ്മളല്ല, ചെടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ വളർച്ച ആകാശ ആയത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൽ The more I think, you only get a minute. Better live while you're in.